തൊപ്പി. ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു ചെറിയൊരു നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ജ്വല്ലറിയുടെ ആണ്. അതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എവിടെയാണ് വരേണ്ടത് എന്നൊന്നും ഒരു അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് ഒരു ഔട്ട്ഡോർ ഷൂട്ടാണ് ജ്വല്ലറിയുടെ. നിങ്ങൾ എന്തായാലും എറണാകുളം എത്തിയിട്ട് ലൊക്കേഷനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഇറങ്ങിയതാണ്. 9:30 അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 8:30 ഓ സീൻ വണ്ടി വിട്ടോ. ബാക്കി വിഷയം നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഈ റോഡ് ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ എറണാകുളത്തേക്കാണ്, ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം ഒരുപാടായി. അരമണിക്കൂറും കൂടെ ഉള്ളു. അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തുമെന്ന് ഡൗട്ടാണ്. ഞാനിപ്പോൾ പോകുന്നത് നേരത്തെ നിങ്ങളോട് ചോദിച്ച പോലെ തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. നമ്മൾ ബീച്ച് റോഡ് വഴിയാണ് പോകുന്നത്. ആലപ്പുഴ, തുമ്പോളി, ചെല്ലാനം ബീച്ച് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം തിരക്കില്ലാത്ത റോഡാണിത്. എന്നാൽ ചെറിയ റോഡാണ്. ഒരു വണ്ടി ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അധികം ഒരു ഹഴപിടി ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാവുന്നൊരു സുഖമുള്ള റോഡ് തന്നെയാണ്. തിരക്കില്ല. അതാണ് ഇവിടുത്തെ ഈ റോഡിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എത്ര മണിയാവുമെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും അവരോട് വിളിച്ച് ചോദിക്കട്ടെ എവിടെ ലൊക്കേഷൻ എന്ന്. അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല ഹോട്ടലൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ബാക്കി നമുക്ക് എറണാകുളം ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ഓൾഡ് ഹാർബറിലാണ് നമ്മുടെ ഷൂട്ട്. ഞാൻ വിളിച്ച് ചോദിച്ച്, അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇവിടം വരെ ആയിട്ടുള്ളൂ, കുറച്ച് നിങ്ങൾ പറഞ്ഞ സമയത്തിൽ എത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല, വന്നാൽ മതി, നമുക്ക് വന്നിട്ട് നമുക്ക് ഷൂട്ട് തുടങ്ങാം. അവരിപ്പോൾ ലൊക്കേഷനിലുണ്ട്. ഞാൻ മെയിനായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. രാവിലെ ഇറങ്ങിയതാണ്, വയറൊക്കെ കത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ വിട്ടടിച്ചിങ്ങോട്ട് പോകുന്നേക്ക്, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാം. ഇന്ന് പിന്നെ ഇലക്ഷൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന ദിവസമാണ്. എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നിങ്ങൾ നോക്കിയത് കണ്ടോ, ഇലക്ഷൻ്റെ വണ്ടിക്കാർ ഇവരെല്ലാം തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്തായാലും റിസൾട്ട് വരുന്നതിൻ്റെ ഒരു ആഹ്ലാദത്തിലും ഇതിലൊക്കെ ആയിരിക്കും എല്ലാവരും. എന്താവും എന്തോ. നമ്മളിത് നമ്മുടെ ലൊക്കേഷനിൽ എത്താനായി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു. നല്ല രസമുണ്ടല്ലേ. എന്തായാലും നമ്മളവിടെ എത്തിയിട്ട് എല്ലാവരും പോയി ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പോയി നമ്മുടെ ലൊക്കേഷനിൽ നമ്മുടെ പിള്ളേരെ കൂട്ടിയിട്ട് പോയി ഫുഡ് കഴിക്കാം. സ്ഥലമൊക്കെ നോക്കിക്കേ, അടിപൊളിയല്ലേ. വണ്ടിക്ക് ഞാൻ ഇതിലുമ്പോഴാണ് വന്നത്. ഇതിൻ്റെ ഫ്യൂൽ എക്കണോമി നോക്കിയാൽ ഗൈസ് അടിപൊളിയല്ലേ. ഇത് ഏതാ വണ്ടി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ ലൊക്കേഷനിലോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്കൊന്ന് കുറച്ച് നേരത്തെ ഷൂട്ട് ചെയ്യണത്തുള്ളൂ. നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്നാണെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും സ്ഥലം നല്ല ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും ബാക്കി നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. നമ്മുടെ വണ്ടി ഇത് ഇവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. നമ്മുടെ ഫോർട്ട് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു 40 രൂപയുടെ ഒരു പാർക്കിംഗ് ഫീ അവർ മേടിച്ചായിരുന്നു. ഇതാണ് ഇവിടെ വന്നാലുള്ളൊരവസ്ഥ. എന്തായാലും നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പിള്ളേരെ ഒന്ന് കാണണ്ട. അവർ അറിഞ്ഞിട്ടില്ല ഞാൻ എത്തിയ കാര്യം. ഇത് അവിടെ 2 ടീം ഇരിക്കുന്നുണ്ട്, ഒരു സെറ്റ് ടീം ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പിള്ളേർ. ഇത് വലിയ ഡിസ്കഷനിലാണ്. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടുത്തെ തന്നെ ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. സമൃദ്ധി കൊച്ചി എന്ന് പറയുന്ന, അവിടെ മെനുവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ പറയുക, കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്.
ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമ്മൾ കടലൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കാം, ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാം. വ്യൂ നൈസാണ് കേട്ടോ. ലക്ഷദ്വീപ് പോകുന്ന ഷിപ്പ് കണ്ടിട്ടുണ്ട്, ലക്ഷദ്വീപ് പോകുന്ന ഷിപ്പ്. ഇത് ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഫ്രണ്ടിലുണ്ട് സാധനം നോക്കി. ഇതാണ് നമ്മുടെ ലക്ഷദ്വീപ് പോകുന്ന ഷിപ്പ്. ഇങ്ങനത്തെ ഒരു 2-3 ഷിപ്പുണ്ട്. ഇത് കവരത്തിയാണ്, കവരത്തി എന്നാണ് ഈ ഷിപ്പിൻ്റെ പേര് കേട്ടോ. ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഈ ഇതിലും വഴിയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇത് കവരത്തിയാണ് കണ്ടോ. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മുടെ വാട്ടർ മെട്രോ പോകുന്നുണ്ട്. വാട്ടർ മെട്രോ സർവീസ് അവരവരുടെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ അത് തൊപ്പി പോകുന്നുണ്ട്. തൊപ്പി നമ്മളിവിടെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ തൊപ്പിനെ കണ്ടായിരുന്നു. നമുക്ക് തൊപ്പിയുടെ അടുത്ത് പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. എന്താ പരിപാടി ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അവനവിടെ എന്തോ ഒരു ക്യാമ്പയിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. നമ്മളല്ലേ പോയി അല്ലേ, കുഴപ്പമില്ല. നമ്മൾ ഈ കാണുന്ന ഒരു പാവപ്പെട്ട ഒരാളല്ല, നമ്മൾ മറ്റേ ചാടയോ കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളോട് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ക്യാമറ ഇട്ട് നമ്മളെ കണക്കത്തുള്ള ആളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാഗേന്ദ്ര അമ്മേനെയൊക്കെ ബ്ലോഗർ അമ്മലെന്നൊക്കെ. ഫുഡ് കഴിച്ചു, ഞങ്ങൾ നേരെ നമ്മുടെ ഷൂട്ടിലേക്ക് പോകണം അല്ലേ? അതെ. ബാക്കി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് അതെ ഗൈസ്, നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പബ്ലിക് റിയാക്ഷൻ വീഡിയോ എടുക്കാനാണ്. കുറച്ച് പേരോടൊക്കെ നമ്മൾ ചോദിച്ചു. ബാക്കി ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം അല്ലേ? കുറച്ചുകൂടെ ഉണ്ടല്ലോ നമ്മളെ, കുറച്ച് പേരോടൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ശനിയാഴ്ച കൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ലൊക്കേഷൻ തേടി പോവുകയാണ്. പക്ഷേ ഇത് ഇവിടെയൊക്കെ ഈ പള്ളുരുത്തിയിലാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെയൊക്കെ ഇത് പാർട്ടിക്കാരാണെന്ന് തോന്നുന്നു ജയിച്ചത്. അവിടെ ജാഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ബ്ലോഗായല്ലേ അവലെ? ഓ ഇത് നോക്കിയേ, ഫുള്ള് പാർട്ടി കൂടിയും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ദിവസം പുറത്തിറങ്ങുന്നവരൊന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങാം അല്ലേ? നമുക്ക് എവിടെയെന്ന് എടുക്കാനായിരുന്നു, നമുക്ക് പാർട്ടിക്കാരോട് ചോദിക്കണം. നീയൊക്കെ എന്താണ് ഞങ്ങളെ കളിയാക്കാൻ വന്ന കൊടി കുത്തി കളിയല്ലേ അവിടെ? അയ്യോ വേണ്ട, രാഗേന്ദ്ര വാക്കുകളൊക്കെ കഴിഞ്ഞു ഏറി പറക്കും. യൂട്യൂബ് രാഗെന്ന് ഞാനിപ്പോൾ ഫേസ് കാണിക്കാനാണ് കേട്ടോ, പിന്നല്ല മനുഷ്യനായിട്ട് ബുദ്ധിമുട്ടില്ല. എന്നാ കാണിക്കാണ് ഈ സാമാനം പിടിക്കുന്ന സിനിമ ഉണ്ടായിരുന്നു. നൈസ്, ഒരു വേറൊരു മൂഡ് പടവാ കേട്ടാ. ഞാൻ കണ്ടായിരുന്നു. ആക്ടിങ് വേറെ ലെവലായിട്ടാ. നീ കഥ അറിഞ്ഞ? കഥ ഏത് സൈനൈഡ്? നടന്ന കഥയാണോ? ഓ അത് ശരി. മമ്മൂട്ടിക്കൊക്കെ റോളൊക്കെ എന്ന് പറയുമ്പോ എന്റെ പൊന്നു, മമ്മൂട്ടിക്കൊക്കെ വളയും പെണ്ണുങ്ങള്. പിന്നെ നോക്കിയേ എന്റെ പൊന്നോ. ഓക്കെ, അറിയുന്നു ഗൈസ്. കെട്ടിപ്പിടുത്ത് ഉമ്മ കേട്ടാ. കൂട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഫോർട്ട് തന്നെ സീ വ്യൂസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് വന്നിരിക്കുന്നത്. അതിൽ വ്യൂസൊക്കെ അടിപൊളിയാണ്, കണ്ടില്ലേ? അപ്പോൾ ഫുഡ് നമ്മളിവിടെ നിന്നാണ് കഴിക്കുന്നത്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചു. ഫുഡ് കുഴപ്പമില്ല, പക്ഷേ റേറ്റ് കൂടുതലാണ്. പക്ഷെ അതിനൊത്ത ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഒരു നോർമൽ, അത്രേ ഉള്ളൂ, ബിലോ ആവറേജ് അത്രേ ഉള്ളൂ ഫുഡ്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ വ്യൂ ആണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ കാണിച്ചു തരാം.
ഒരു രക്ഷയില്ല. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് തോന്നിയത്. ഇവിടെ നിന്നുള്ള വ്യൂ ആക്ച്വലി ഒരു രക്ഷയില്ല ഗൈസ്. അതാണ് ഇവിടുത്തെ ഫുഡിനെക്കാട്ടും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ എറണാകുളത്തുള്ള അരൂര് പാലത്തിൻ്റെ അടിപ്പുറം ആവുന്നത് നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചത് ചായ കുടിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.